എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങളെക്കുറിച്ചാണ് പരിചയപ്പെട്ടത്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങളിൽപ്പെട്ട ആക്സസറി ഗ്ലാൻഡിൽപ്പെട്ട ഒരു ഗ്ലാൻഡ് കൂടി നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ആ ഗ്ലാൻഡാണ് മാമറി ഗ്ലാൻഡ്, commonly known as breast. Human female has a pair of mammary glands that's made up of glandular tissues and fat. ഫാറ്റ് കൊണ്ടും ഗ്ലാൻഡുലാർ ടിഷ്യൂസ് കൊണ്ടും നിർമ്മിച്ചിട്ടുള്ള ഒരു ജോഡി മാമറി ഗ്ലാൻഡുകൾ അല്ലെങ്കിൽ ബ്രസ്റ്റുകളാണ് സ്ത്രീകളിൽ കാണപ്പെടുന്നത്. ബ്രസ്റ്റിൻ്റെ സ്ട്രക്ചർ, ഇൻറ്റേർണൽ സ്ട്രക്ചറാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈച്ച് ബ്രസ്റ്റ് ഹാസ് a large number of glandular tissues. Each glandular tissue of each breast has 15 to 20 mammary lobes. അപ്പോൾ ഓരോ മാമറി ഗ്ലാൻഡിനകത്തും 15 മുതൽ 20 വരെ കുഞ്ഞു കുഞ്ഞു അറകളുണ്ടായിരിക്കും. അതിനെയാണ് മാമറി ലോബ്സ് അല്ലെങ്കിൽ മാമറി ലോബ്യൂൾസ് എന്നും പറയും. Each mammary lobes contain a cluster of cell that's called mammary alveoli. ഗ്ലാൻഡുലാർ സെല്ലുകൾക്കകത്ത് മാമറി ലോബ്സും മാമറി ലോബ്സിനകത്ത് ഒരുപാട് കുഞ്ഞു അറകളായിട്ടുള്ള മാമറി ആൽവിയോളസ് ഉണ്ടായിരിക്കും. ദീസ് ആൽവിയോളൈസ് സെക്രീറ്റ് മിൽക്ക്. ഈ ആൽവിയോളസ് ആണ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ചിത്രത്തിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഈ ഭാഗത്ത് നമ്മൾ ഗ്ലാൻഡുലാർ ടിഷ്യൂസ് എന്ന് പറയും. അതിനകത്ത് ഈ അറകളെ നമ്മൾ മാമറി ലോബ്സ് എന്നും അതിനകത്തുള്ള ക്ലസ്റ്റർ ഓഫ് സെല്ലുകളെ മാമറി ആൽവിയോള എന്നാണ് പറയാം. ലങ്സിനകത്തുള്ള അറകളെ പോലെ തന്നെ, അതുകൊണ്ടാണ് ഇവിടെ ആൽവിയോള എന്ന് പറയാൻ കാരണം ഈ ആൽവിയോളസുകളാണ് മിൽക്ക് സെക്രീറ്റ് ചെയ്യുക. These alveoli open into mammary tubules. ചിത്രത്തിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാകും. ഈ ഒരു ട്യൂബിനെയാണ് മാമറി ട്യൂബ്യൂൾസ് എന്ന് പറയാം. അങ്ങനെ ഒരുപാട് ട്യൂബ്യൂൾസുകൾ കൂടി ചേർന്ന് കഴിഞ്ഞാൽ പിന്നീട് തുറക്കുന്നത് മാമറി ഡക്റ്റിലേക്കാണ്. അപ്പോൾ മാമറി ട്യൂബ്യൂൾസ് കൂടി ചേർന്നാൽ ജോയിൻ ടു ബിക്കം മാമറി ഡക്ട്സ്. ദെൻ മാമറി ഡക്റ്റുകൾ തുറക്കുന്നത്, ഈ മാമറി ഡക്റ്റുകൾ തുറക്കുന്ന ഒരു വീതി കൂടിയ ഭാഗമാണ് നമ്മൾ പറയുന്ന പേരാണ് മാമറി ആംബ്യൂള എന്നാണ് പറയുക. Several mammary ducts join to become a wider structure that's called mammary ambula. This mammary ambula is connected to lactiferous duct. Mammary ambula കൂടിയിട്ട് പിന്നീട് ഒരു ട്യൂബിലേക്ക് മാറും. അതിനാണ് lactiferous duct that open into nipples. Mammary ambula which is connected to the lactiferous ducts just before the nipple through which the milk is sucked out. ഈ നിപ്പിളിലൂടെയാണ് കുട്ടിക്ക് പാല് സക്ക് ചെയ്യാൻ പറ്റുന്നത്. ഈ മാമറി ഗ്ലാൻഡിൻ്റെ അകത്തുള്ള ഒരു ഘടന ഫ്ലോ ചാർട്ട് രൂപത്തിൽ നമുക്ക് എഴുതുകയാണെങ്കിൽ ആദ്യം ഗ്ലാൻഡുലാർ ടിഷ്യൂസ്, അതിനകത്ത് ഒരുപാട് മാമറി ആൽവിയോളൈ, മാമറി ആൽവിയോളസിൽ നിന്ന് മാമറി ട്യൂബ്യൂൾസ്, പിന്നീട് മാമറി ഡക്ട്സ്, അത് കഴിഞ്ഞാൽ മാമറി ആംബ്യുള, അത് കഴിഞ്ഞാൽ ലാക്ടിഫറസ് ഡക്റ്റ്, ദെൻ നിപ്പിൾ എന്നിവയാണ് ഇതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് പോലെ നമുക്ക് എഴുതുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ഈ നിപ്പിളിന് ചുറ്റും കാണപ്പെടുന്ന ഒരു ഡാർക്ക് കളേർഡ് ഏരിയക്ക് നമ്മൾ പറയുന്ന പേരാണ് ഏരിയോള എന്നാണ് പറയുക. അതും കൂടിയും ചിത്രത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ആക്സസറി ഗ്ലാൻഡുകളിൽപ്പെട്ട മാമറി ഗ്ലാൻഡിൻ്റെ ഘടനയാണ്. ഇതിൻ്റെ ഈ ഓരോ ഭാഗവും ഓരോ സ്ട്രക്ചറുകളും നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ായിട്ട് പഠിക്കുന്ന ഒരു ഭാഗം ഗാമറ്റോജനസിസ് എന്ന് പറയുന്ന ഭാഗമാണ്. അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗമാണ് ഓവറിയുടെ സ്ട്രക്ചറാണ്. അപ്പോൾ ഗാമറ്റോജനസിന് മുമ്പ് നമ്മൾ ആദ്യം ഓവറിയുടെ സ്ട്രക്ചറാണ്, സ്ട്രക്ചർ ഓഫ് ഓവറി. വി നോ ദാറ്റ് ഓവറി ഈസ് ദ പ്രൈമറി സെക്സ് ഓർഗൻ ഓഫ് ഫീമെയിൽ. ഇറ്റ് പ്രൊഡ്യൂസ് ഓവ ആൻഡ് ഫീമെയിൽ സ്റ്റിറോയിഡ് ഹോർമോൺസ്, ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ. നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമാണ്. ഇവിടെ നമ്മൾ ഓവറിയുടെ ഇൻറ്റേർണൽ സ്ട്രക്ചറാണ്, അതിനകത്തുള്ള ഭാഗങ്ങളെയാണ് പറയുന്നത്. ഓവറി ഈസ് എ കോമ്പാക്റ്റ് ഓർഗൻ. ദ ഔട്ടർ പാർട്ട് ഈസ് കോൾഡ് കോർട്ടക്സ് ആൻഡ് ഇന്നർ പാർട്ട് ഈസ് കോൾഡ് മെഡുല്ല. ഔട്ടർ ഭാഗത്ത് ഇതിൻ്റെ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിൻ്റെ ഏറ്റവും പുറമേയുള്ള ഈ ഒരു ഭാഗത്ത് നമ്മൾ കോർട്ടക്സ് എന്നും ഇന്നർ ഭാഗത്ത് നമ്മൾ മെഡുല്ല എന്നാണ് പറയുക. കോർട്ടക്സ് ഈസ് കവേർഡ് ബൈ എ വൈറ്റ് കളേർഡ് കണക്റ്റീവ് ടിഷ്യൂ. ഇതിൻ്റെ ഔട്ടർ ഭാഗമാണ് കോർട്ടക്സ്. ആ കോർട്ടക്സിനെ ഒരു വൈറ്റ് കളേർഡ് കണക്റ്റീവ് ടിഷ്യൂ ഉപയോഗിച്ചുകൊണ്ട് കവർ ചെയ്ത് വെച്ചിരിക്കുന്നു. ഈ ഓവറിയുടെ ഇന്നർ പാർട്ടിനെ, മെഡുല്ലയിലെ ഈ ഇന്നർ പാർട്ടിനെ നമ്മൾ സ്ട്രോമ എന്നാണ് പറയുക. ഈ സ്ട്രോമയ്ക്കുള്ളിൽ ധാരാളം ഓവറിയൻ ഫോളിക്കിൾസ് ഉണ്ടായിരിക്കും.
പല സ്റ്റേജിലുള്ള, പല മെച്ചേർഡ് സ്റ്റേജിലുള്ള ഒരുപാട് ഓവറിയൻ ഫോളിക്കിൾസ് ഉണ്ടായിരിക്കും. അത് നമ്മൾ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആൻഡ് മെച്ചർ ഫോളിക്കിൾ ഈസ് കോൾഡ് ഗ്രാഫിയൻ ഫോളിക്കിൾ. ഇങ്ങനെ പല മെച്ചുറേഷൻ സ്റ്റേജിലുള്ള ഒരുപാട് ഫോളിക്കിളുകൾ നമുക്ക് ഈ ഓവറിക്കകത്ത് കാണാൻ സാധിക്കും. ഈച്ച് ഫോളിക്കിൾ കൺസിസ്റ്റ് ഓഫ് ആൻ ഇമ്മച്ചുർ ഓവം. ഓവത്തിന് നമ്മൾ ഊസൈറ്റ് എന്നും പറയാറുണ്ട്. ഈ ഓവറിക്കുള്ളിലുള്ള ഓരോ ഫോളിക്കിൾസിനകത്തും ഇമ്മച്ചുർ ആയിട്ടുള്ള ഓവം, ഊസൈറ്റ് ഉണ്ടായിരിക്കും. ആൻഡ് ദാറ്റ് ഇസ് ഊസൈറ്റ് ഈസ് സറൗണ്ടഡ് ബൈ വൺ ഓർ മോർ ലെയർ ഓഫ് സെൽസ്. ദാറ്റ് ലെയർ ഓഫ് സെൽ ഈസ് കോൾഡ് ഗ്രാനുലോസ സെൽസ്. അപ്പോൾ എന്താണ് ഗ്രാനുലോസ സെൽ എന്ന് മനസ്സിലാക്കുക? ഓവത്തെ സറൗണ്ട് ചെയ്തുകൊണ്ട് ഒന്നോ അതിലധികമോ വൺ ഓർ മോർ ലെയർ ഓഫ് സെല്ലുകൾ ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ ഗ്രാനുലോസ സെൽ എന്ന് പറയുക. ചിത്രത്തിൽ പ്രൈമറി ഫോളിക്കിളും അതിനകത്തുള്ള ഊസൈറ്റ്, അത് നമ്മൾ പ്രൈമറി ഊസൈറ്റ്സ് എന്നാണ് പറയാം. ആദ്യം ഉണ്ടാകുന്ന ഫോളിക്കിളാണ് പ്രൈമറി ഫോളിക്കിൾ, അതിനകത്ത് പ്രൈമറി ഊസൈറ്റ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും, ഇതാണ് ഓവം എന്ന് പറയുന്ന ഗ്യാമേറ്റ്, ഊസൈറ്റ്. അതിന് ചുറ്റിക്കൊണ്ട് കാണുന്ന ഈ ലെയർ ഓഫ് ടിഷ്യൂസിനെയാണ് നമ്മൾ ഗ്രാനുലോസ സെൽ എന്ന് പറയുന്നത്. സ്ത്രീകളുടെ പ്രത്യേകത, ഒരു പെൺകുട്ടി അമ്മയുടെ ഗർഭാശയത്തിൽ പെൺകുട്ടിയായിട്ട് രൂപാന്തരം പ്രാപിക്കുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ പെൺകുട്ടിയായിട്ട് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ആ പെൺകുട്ടിയിൽ ഓവറിക്കകത്ത് ഈ ഫോളിക്കിൾസുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും എന്നതാണ്. ജനിക്കുമ്പോൾ തന്നെ ഈ ഫോളിക്കിൾസുകളൊക്കെ ഓവറിക്കകത്ത് ഉണ്ടായിട്ടുണ്ടാകും എന്നതാണ് പ്രത്യേകത. അതുപോലെ പുരുഷൻ്റെ പ്രത്യേകത അങ്ങനെയല്ല. പുരുഷൻ്റെ ഈ സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലുകളൊക്കെ പ്രായപൂർത്തിക്ക് ശേഷം, ഈ സെല്ലുകൾ പ്രായപൂർത്തിക്ക് ശേഷമാണ് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ സ്ത്രീകളിൽ ഇത് ബൈ ബർത്ത് തന്നെ അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. ബട്ട് എ ലാർജ് നമ്പർ ഓഫ് ദീസ് ഫോളിക്കിൾസ് ആർ ഡീജനറേറ്റഡ് ഫ്രം ബർത്ത് ടു പ്യൂബർട്ടി. അപ്പോൾ ജനന സമയത്ത് ഈ ഒരു ഫോളിക്കിൾസുകളൊക്കെ ഓവറിക്കകത്തുണ്ടെങ്കിലും ജനിച്ചതിന് ശേഷം മുതൽ പ്രായപൂർത്തിയാകുന്ന ഒരു 12, 13, 14 വയസ്സ് വരെയുള്ള സമയത്തിനുള്ളിൽ ഇതിനകത്തുള്ള ഒരുപാട് ഫോളിക്കിൾസുകൾ ഡീജനറേറ്റ് ചെയ്ത് നശിച്ചു പോയിട്ടുണ്ടാകും. 450ഓളം ഫോളിക്കിളുകളാണ് ആ ഒരു സ്ത്രീയുടെ എൻ്റയർ റീപ്രൊഡക്റ്റീവ് സ്പാനിൽ മെച്ചുവർഡായി മാറുകയുള്ളൂ എന്നർത്ഥം. എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു പെൺകുട്ടിക്ക് ഒരു 13ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 14ാമത്തെ വയസ്സിൽ പ്യൂബർട്ടി ആയി കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് ഏകദേശം ഒരു 45 വരെയാണ് ഈ ഓവുലേഷൻ പീരീഡ് നടക്കുന്നത്. അപ്പോൾ കൺക്ലൂഡ് ചെയ്യാൻ നമുക്ക് മനസ്സിലാവും, ഒരു മാസത്തിൽ ഒരു ഫോളിക്കിളാണ് മെച്ചുവർ ആവുക. അങ്ങനെ നമുക്ക് ഈ 13 മുതൽ ഈ 45 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിനിടയിൽ എത്ര ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്യും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി 415 ഫോളിക്കിൾസ് ആർ മെച്ചുവേർഡ് ഡ്യൂറിങ് ദ എൻ്റയർ റീപ്രൊഡക്റ്റീവ് സ്പാൻ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെ പ്രൈമറി ഫോളിക്കിൾസ് അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനെ സെക്കൻഡറി ഫോളിക്കിൾസ് എന്ന് പറയുക. മെൻസുറേഷൻ പീരീഡിൻ്റെ പ്രത്യേക സമയങ്ങളിലാണ് ഈ പ്രൈമറി ഫോളിക്കിൾ സെക്കൻഡറി ഫോളിക്കിളായിട്ട് മാറുക. പ്രൈമറി ഫോളിക്കിൾസ് ഗെറ്റ് സറൗണ്ടഡ് ബൈ മോർ ലെയർ ഓഫ് ഗ്രാനുലോസ സെൽ ആൻഡ് ബിക്കം സെക്കൻഡറി ഫോളിക്കിൾസ്. അപ്പോൾ അതിനകത്തുള്ള ഊസൈറ്റുകളെ നമ്മൾ സെക്കൻഡറി ഊസൈറ്റ്സ് എന്നാണ് പറയുന്നത്. സെക്കൻഡറി ഫോളിക്കിളിന് ചുറ്റും ഗ്രാനുലോസ സെല്ലും അതിൻ്റെ പുറത്തുള്ള ലെയർ ഓഫ് സെല്ലുകളെ നമ്മൾ തീക്ക സെൽസ് എന്നാണ് പറയുക, തീക്ക ലെയർ എന്ന് പറയും. These secondary follicle soon transmit into tertiary follicle. സെക്കൻഡറി ഫോളിക്കിൾ വളരെ പെട്ടെന്ന് തന്നെ ടെർഷ്യറി ഫോളിക്കിളായിട്ട് മാറും. ഈ ഒരു ചിത്രമാണ് ടെർഷ്യറി ഫോളിക്കിളിൻ്റെ പ്രത്യേകത. ഇവിടെ ഈ ടെർഷ്യറി ഫോളിക്കിളിനകത്ത് വി ക്യാൻ സീ എ ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി, ഒരു ദ്രാവകം നിറഞ്ഞ ക്യാവിറ്റി ആയിരിക്കും. ദാറ്റ്സ് കോൾഡ് ആൻഡ്രം എന്നാണ് പറയുക. ദാറ്റ് ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി ഓഫ് ടെർഷ്യറി ഫോളിക്കിൾ ഈസ് കോൾഡ് ആൻഡ്രം. ഹിയർ ദ തീക്ക ലെയർ ഗെറ്റ് ട്രാൻസ്ഫോം ഇൻ ടു ഔട്ടർ തീക്ക എക്സ്റ്റേണ, ഇന്നർ തീക്ക ഇൻറ്റേണ. ഇങ്ങനെ രണ്ട് തീക്ക ലെയറുകൾ, നേരത്തെ പറഞ്ഞ തീക്ക ലെയർ ഇവിടെ ഒന്നും കൂടിയും അഡ്വാൻസ്ഡ് ആയി മാറിയിട്ടുണ്ടാവും. ദിസ് ടെർഷ്യറി ഫോളിക്കിൾ ട്രാൻസ്ഫോം ഇൻ ടു ഫുള്ളി മെച്ചുർ ഫോളിക്കിൾ. ദാറ്റ് ഫുള്ളി മെച്ചുർ ഫോളിക്കിൾ ഈസ് കോൾഡ് ഗ്രാഫിയൻ ഫോളിക്കിൾ. പൂർണ്ണമായിട്ടും വളർച്ച എത്തിയിട്ടുള്ള ഫോളിക്കിൾസിനെയാണ് നമ്മൾ ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന് പറയുക. അപ്പോൾ ഇവിടെ ഈ പ്രൈമറി ഫോളിക്കിളിൽ നിന്ന് ഈ ഒരു ഗ്രാഫിയൻ ഫോളിക്കിളിലേക്ക് എത്തണമെങ്കിൽ ഏകദേശം 14 ദിവസമാണ് ഡ്യൂറേഷൻ പിടിക്കുന്നത്. ദീസ് ഗ്രാഫിയൻ ഫോളിക്കിൾസ് സെക്രീറ്റ് ഈസ്ട്രജൻ. അപ്പോൾ നേരത്തെ പറഞ്ഞു ഓവറിയാണ് ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞല്ലോ. അതിൽ ഈ ഗ്രാഫിയൻ ഫോളിക്കിളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് ഈസ്ട്രജൻ. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഈസ്ട്രജൻ ഈസ് സെക്രീറ്റഡ് ഫ്രം ഗ്രാഫിയൻ ഫോളിക്കിൾ.
അങ്ങനെ ഫുള്ളി മെച്ചുവേർഡ് ആയിട്ടുള്ള ഈ ഗ്രാഫിൻ ഫോളിക്കിൾ റപ്ചർ ചെയ്യും, പൊട്ടും. ഫോളിക്കിളിനകത്ത് പ്രൈമറി ഊസൈറ്റ്, പിന്നെ സെക്കൻഡറി ഫോളിക്കിളിനകത്തും ടെർഷറി ഫോളിക്കിളിനകത്തും ഗ്രാഫിൻ ഫോളിക്കിളിനകത്തും അതിൻ്റെ പേര് സെക്കൻഡറി ഊസൈറ്റ്സ് എന്നാണ്. സെക്കൻഡറി ഊസൈറ്റ് ഇവിടെ എത്തുമ്പോൾ ഇത് ഫുള്ളി മെച്ചുവേർഡ് ഓവമായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. ഈ സെക്കൻഡറി ഊസൈറ്റിന് ചുറ്റും ഒരു ലെയർ ഓഫ് സെല്ലുകൾ ഉണ്ടായിരിക്കും. അതിന് നമ്മൾ പറയുന്ന പേരാണ് സോണ പെല്ലൂസിഡ എന്നാണ് പറയുന്നത്. സോണ പെല്ലൂസിഡ ഈസ് എലോങ്ങേറ്റഡ് ടു ബിക്കം അനദർ ഗ്രൂപ്പ് ഓഫ് സെൽ ദാറ്റ്സ് കോൾഡ് കൊറോണ റേഡിയേറ്റർ. ഈ പേരുകളൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഓവം ഈ ചിത്രത്തിലാണ് നിങ്ങൾക്ക് ഫുള്ളി മെച്ചുവർ ഓവത്തെ കാണാൻ സാധിക്കും. ഈ ഓവത്തിൻ്റെ ഈ ചുറ്റുമുള്ള ഈ കോശങ്ങളെയാണ് നമ്മൾ സോണ പെല്ലൂസിഡ എന്നും അത് എലോങ്ങേറ്റ് ചെയ്ത് മാറുന്ന ഈ ഒരു പാർട്ടിനെ പറയുന്ന പേരാണ് കൊറോണ റേഡിയേറ്റർ. അങ്ങനെ ഫുള്ളി മെച്ചുവേർഡായ ഓവം ഈ ഗ്രാഫിൻ ഫോളിക്കിൾ പൊട്ടുമ്പോൾ, റപ്ചർ ചെയ്യുമ്പോൾ റിലീസ് ചെയ്യും. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ഓവുലേഷൻ. The graphene follicle now rupture and release the secondary oocyte. That's called ovum. ഈ secondary oocyte-നെയാണ് നമ്മൾ fully matured ovum എന്ന് പറയുന്നത്. That process is called ovulation. The release of fully mature ovum from graphene follicle is called ovulation. അങ്ങനെ ഈ ഓവം പുറത്ത് വരും, നമുക്കറിയാം, പിന്നീട് അത് ഫ്യൂസ് ചെയ്യും. അതൊക്കെ നമുക്ക് ഇനി പഠിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ഇനി ഈ റപ്ചർ ചെയ്ത ഗ്രാഫിൻ ഫോളിക്കിൾ പിന്നീട് എന്തായിട്ടാണ് മാറുക? പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ആഫ്റ്റർ ഓവുലേഷൻ ദീസ് ഗ്രാഫിൻ ഫോളിക്കിൾ ട്രാൻസ്ഫോം ഇൻ ടു എ മാസ് ഓഫ് യെല്ലോയിഷ് കോണിക്കൽ സെൽസ് ദാറ്റ്സ് കോൾഡ് കോർപ്പസ് ലൂട്ടിയം എന്നാണ് പറയുക. ഇങ്ങനെ ആ ഒരു യെല്ലോയിഷ് ആയിട്ട് മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്ന ഒരു കൂട്ടം കോശങ്ങളായിട്ട് മാറും. അതിന് നമ്മൾ പറയുന്ന പേരാണ് കോർപ്പസ് ലൂട്ടിയം. ദീസ് കോർപ്പസ് ലൂട്ടിയം സെക്രീറ്റ്സ് സെക്കൻഡ് ഹോർമോൺ പ്രൊജസ്ട്രോൺ. അപ്പോൾ മനസ്സിലാക്കുക, ഓവറിയിൽ നിന്നാണ് ഹോർമോണൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്കിലും രണ്ട് സ്ഥലത്തു നിന്നാണ്. ഗ്രാഫിൻ ഫോളിക്കിൾ മെച്ചുവേർഡ് സമയത്താണ് ഓവുലേഷൻ നടക്കുന്നതോടൊപ്പം തന്നെയാണ് ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണും പ്രൊഡ്യൂസ് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം, ഈ ഗ്രാഫിൻ ഫോളിക്കിൾ പിന്നീട് മാറുന്ന ഗ്രൂപ്പ് ഓഫ് സെല്ലുകളാണ് കോർപ്പസ് ലൂട്ടിയം. ആ കോർപ്പസ് ലൂട്ടിയത്തിൽ നിന്നാണ് പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുക. കോർപ്പസ് ലൂട്ടിയം ലേറ്റർ ബിക്കം അനദർ ഗ്രൂപ്പ് ഓഫ് സെൽ ദാറ്റ്സ് കോൾഡ് കോർപ്പസ് ആൽബിക്കൻസ് എന്ന് പറയുന്ന മാസ് ഓഫ് സെല്ലുകളായിട്ട് പിന്നീട് ഡീജനറേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. അത് ഡീജനറേറ്റ് ചെയ്യുന്നതോടുകൂടെ ഈ ഒരു സൈക്കിൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ഈ പ്രൈമറി ഫോളിക്കിൾ സെക്കൻഡറി ഫോളിക്കിളായിട്ടും ടെർഷറി ഫോളിക്കിളായിട്ടും ഗ്രാഫിൻ ഫോളിക്കിൾ ഇത് ഓരോ മാസത്തിലും ഇങ്ങനെ ക്രമമായിട്ട് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതാണ് ഓവറിയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. ഓവറിയുടെ ഇൻറ്റേർണൽ സ്ട്രക്ചർ ഈ പേരുകളൊക്കെ അറിഞ്ഞാലാണ് ഇന്ന് നമുക്ക് ഗാമറ്റോജെനസിസ് എന്ന് പറയുന്ന ഭാഗം ഈസി ആയിട്ട് മനസ്സിലാകാം. അടുത്ത വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഗാമറ്റോജെനസിസ്. ഗാമറ്റോ മീൻസ് ഗ്യാമൈറ്റ്, ജെനസിസ് മീൻസ് പ്രൊഡക്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഗ്യാമൈറ്റുകൾ എങ്ങനെയാണ് ഫോം ചെയ്യുക എന്നുള്ളതാണ്. വാട്ട് ഈസ് ഗാമറ്റോജെനസിസ്? വി നോ ദാറ്റ് ദർ ആർ 2 ടൈപ്പ് ഓഫ് ഗാമൈറ്റ്. മെയിൽ ഗാമൈറ്റിന് സ്പേം എന്നും ഫീമെയിൽ ഗാമൈറ്റിന് നമ്മൾ ഓവം എന്ന് പറയാം. അപ്പോൾ ഈ രണ്ടിനെയും ചേർത്തിട്ടാണ് കോമൺലി നമ്മൾ പറയുന്ന പേരാണ് ഗാമറ്റോജെനസിസ്. അപ്പോൾ ഇറ്റ് ഈസ് ദ ഫോർമേഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമൈറ്റ്സ്. തരം അല്ലേ, നമുക്കറിയാം, സ്പേമും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഓവും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത് രണ്ട് പേരിൽ അറിയപ്പെടുന്നത്. ഫസ്റ്റ് സ്പേമിന് പ്രൊഡക്ഷൻ നടക്കുന്നതിനെ പറയുന്ന പേരാണ് സ്പേമറ്റോജെനസിസ് എന്നാണ് പറയുക. ആൻഡ് സെക്കൻഡ് ഓവത്തെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഊജെനസിസ് എന്നാണ് പറയുന്നത്. ഓ എന്ന് വരുമ്പോൾ എന്നാണ് ഉച്ചരിക്കേണ്ടത്, ഊജെനസിസ്. അപ്പോൾ ഗാമറ്റോജെനസിസ് ഇൻക്ലൂഡ് സ്പേമറ്റോജെനസിസ് ആൻഡ് ഊജെനസിസ്. അപ്പോൾ രണ്ട് സെക്സുകളാണ്, ഒന്ന് മെയിലും ഒന്ന് ഫീമെയിലാണ് നടക്കുന്നത്. നമുക്ക് ആദ്യം സ്പേമറ്റോജെനസിസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാം. സ്പേമറ്റോജെനസിസ് ഇസ് ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് സ്പേം ഓർ സ്പെർമറ്റോസോവ. സ്പേമിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് സ്പെർമറ്റോസോവ ഇൻ ദ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഓഫ് ടെസ്റ്റിസ്. ടെസ്റ്റിസിൻ്റെ സെമിനിഫറസ് ട്യൂബ്യൂളിനകത്ത് വെച്ചിട്ടാണ് ഈ സ്പേമറ്റോജെനസിസ് നടക്കുന്നത്. അപ്പോൾ പുരുഷന്മാരിൽ സ്പേമിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നതിനെയാണ് നമ്മൾ സ്പേമറ്റോജെനസിസ് എന്ന് പറയാം. ഇറ്റ് ഹാസ് 2 സ്റ്റേജസ്. 2 സ്റ്റേജുകളിലൂടെയാണ് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഒന്നാമത്തിന് പറയുന്ന പേരാണ് ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ്സ്, രണ്ടാമത്തേതാണ് സ്പേമിയോജെനസിസ്. ഇങ്ങനെ 2 ഘട്ടങ്ങളിലൂടെയാണ് സ്പേമറ്റോജെനസിസ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഏതൊക്കെയാണ് സ്റ്റേജുകൾ എന്ന് ഓർക്കുക? ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ്സ്, രണ്ടാമത്തത് സ്പേമിയോജെനസിസ്. ശ്രദ്ധിക്കണം, സ്പേമറ്റോജെനസിസ് അല്ല, സ്പേമിയോജെനസിസ്. ഒന്നാമത്തേത് ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ്സ് ആണ്. സ്പെർമാറ്റിഡ്സ് എന്നാൽ ആദ്യം ഉണ്ടാകുന്ന സെല്ലുകൾ. നമുക്കറിയാം, ടെസ്റ്റിസിനകത്തുള്ള ആദ്യത്തെ ഇമ്മച്ചുവർ ആയിട്ടുള്ള
സെല്ലുകൾ, അത് നമ്മൾ പറയുന്ന പേരാണ് സ്പേം മദർ സെൽ എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ സ്പെർമറ്റോഗോണിയ. നമ്മൾ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ടെസ്റ്റിസ് പഠിച്ച സമയത്ത് പറഞ്ഞ വാക്കാണ്. അപ്പോൾ ഈ സ്പെർമറ്റോഗോണിയ ഓർ സ്പേം മദർ സെൽ ടു ബിക്കം സ്പെർമാറ്റിഡ്. സ്പെർമറ്റോഗോണിയ എന്ന് പറയുന്ന സെല്ലുകൾ സ്പെർമാറ്റിഡുകളായിട്ട് മാറുന്ന പ്രോസസ്സിനെയാണ് ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ് എന്ന് പറയാം. രണ്ടാമത്തേതാണ് സ്പെർമിയോജെനസിസ്. ഹിയർ ഈ സ്പെർമാറ്റിഡുകൾ സ്പേമായിട്ട് മാറുന്ന പ്രോസസ്സിനെയാണ് സ്പെർമിയോജെനസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ് ഇൻ ടു സ്പേം, ദാറ്റ്സ് കോൾഡ് സ്പെർമിയോജെനസിസ്. ഇങ്ങനെ 2 ഘട്ടങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് സ്പെർമറ്റോജെനസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്. ആദ്യം നമ്മൾ പഠിക്കുന്നത് ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ്. സ്പെർമാറ്റിഡ് എങ്ങനെയാണ് ഫോം ചെയ്യുക? സ്പെർമാറ്റിഡിൻ്റെ ഫോർമേഷൻ നടക്കുന്നത് 3 ഫേസുകളിലൂടെയാണ് നമുക്ക് പറയാൻ പറ്റും. ഇറ്റ് ഇൻക്ലൂഡ് 3 phases. ഫസ്റ്റ് വൺ മൾട്ടിപ്ലിക്കേഷൻ ഫേസ്, സെക്കൻഡ് വൺ ഗ്രോത്ത് ഫേസ്, തേർഡ് വൺ മെച്ചുറേഷൻ ഫേസ്. ഓരോ ഫേസിലും എന്തൊക്കെ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ഫേസ്. ഇവിടെ ഈ സെമിനിഫറസ് ട്യൂബിൾസിനകത്തുള്ള ഇമ്മച്ചുറായിട്ടുള്ള മെയിൽ ജേം സെൽ, അല്ലെങ്കിൽ നമ്മളതിനെ സ്പേം മദർ സെൽ എന്ന് പറയും, അല്ലെങ്കിൽ സ്പെർമറ്റോഗോണിയ എന്ന് പറയും. 3 പേരും ഒരു സാധനത്തിൻ്റെ പേരാണ്. മൾട്ടിപ്ലിക്കേഷൻ ഫേസിൽ ഈ മെയിൽ ജേം സെൽ അണ്ടർഗോസ് കണ്ടിന്യൂസ് മൈറ്റോട്ടിക് ഡിവിഷൻ. മൈറ്റോട്ടിക് ഡിവിഷനാണ് ഓർക്കുക. ഈ മെയിൽ ജേം സെല്ലിൻ്റെ ക്രോമസോം 46 ആണ്, 2n ആണ്. ഈ 2n ഉള്ള മെയിൽ ജേം സെൽ അണ്ടർഗോസ് കണ്ടിന്യൂസ് മൈറ്റോട്ടിക് ഡിവിഷൻ. മൈറ്റോട്ടിക് ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. മൈറ്റോട്ടിക്കിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നത്? കോശത്തിൻ്റെ എണ്ണമാണ് കൂടുന്നത്, ക്രോമസോം സംഖ്യയിൽ മാറ്റം വരില്ല എന്ന് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ദീസ് മെയിൽ ജേം സെൽ അണ്ടർഗോസ് കണ്ടിന്യൂസ് മൈറ്റോട്ടിക് ഡിവിഷൻ ആൻഡ് ഇൻക്രീസ് ഇൻ ദ നമ്പർ. ഇവിടെ ചിത്രം നോക്കൂ നിങ്ങൾ. ഈ ഒരു മെയിൽ ജേം സെൽ അല്ലെങ്കിൽ സ്പെർമറ്റോഗോണിയ കണ്ടിന്യൂസ് ആയി ഡിവൈഡ് ചെയ്തിട്ട് ഉണ്ടാവുന്ന സെല്ലുകളെ നമ്മൾ പറയുന്ന പേരാണ് പ്രൈമറി സ്പെർമറ്റോസൈറ്റ്. ദാറ്റ്സ് ഈസ് ആൾസോ ഡിപ്ലോയിഡ്. 2n ക്രോമസോം ആയിരിക്കും ഉണ്ടാവുക, കാരണം ഇവിടെ നടന്ന് മൈറ്റോട്ടിക് ഡിവിഷനാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് മൾട്ടിപ്ലിക്കേഷൻ ഫേസ് നടക്കുന്നത്. എന്താ സംഭവിച്ചെന്ന് ഒന്നുകൂടി പറയാം. ഈ മെയിൽ ജേം സെൽ അല്ലെങ്കിൽ സ്പെർമറ്റോഗോണിയ മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ എണ്ണം പെരുകുന്നു. അവിടെ ഉണ്ടാകുന്ന സെല്ലുകളെ നമ്മൾ പറയുന്ന പേരാണ് പ്രൈമറി സ്പെർമറ്റോസൈറ്റ്. അതും ഡിപ്ലോയിഡ് ആണ് നിങ്ങൾ ഓർക്കണം. ഓക്കെ, ഇനി രണ്ടാമത്താണ് ഗ്രോത്ത് ഫേസ്. ഡ്യൂറിങ് ദിസ് ഫേസ് സം ഓഫ് ദ പ്രൈമറി സ്പെർമറ്റോസൈറ്റ്സ് enlarge in size by absorbing nutrients from the സെർട്ടോളി സെൽ. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞതാണ്. അപ്പോൾ ഈ സെർട്ടോളി സെല്ലുകളാണ് അവർ നേഴ്സ് സെൽ എന്നാണ് പറയുക അല്ലേ, അല്ലെങ്കിൽ സപ്പോർട്ടിങ് സെൽ എന്നാണ് പറയുക. അവരാണ് ഈ സ്പെർമറ്റോഗോണിയക്ക് നറിഷ്മെൻറ്റ് കൊടുക്കുക എന്ന് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ ഈ പ്രൈമറി സ്പെർമറ്റോസൈറ്റുകൾ എന്ത് ചെയ്യും? ഈ സെർട്ടോളി സെല്ലിൽ നിന്ന് നറിഷ്മെൻറ്റ് അബ്സോർബ് ചെയ്തിട്ട് അതിൻ്റെ സൈസിൽ എൻലാർജ് ചെയ്യും. ഓക്കെ, അതാണ് ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇതിൽപ്പെട്ട സം ഓഫ് ദ പ്രൈമറി നമ്മളിവിടെ ഒന്നിൻ്റെ ചിത്രമേ വലുതായിട്ട് കാണിക്കുന്നുള്ളൂ കേട്ടോ. ഇതേപോലെ കോടിക്കണക്കിന് സംഭവിക്കുന്നുണ്ട്, നിങ്ങൾ ഓർക്കണേ. ഒരു ഒറ്റ സെല്ല് പുരുഷനിൽ അറ്റ് എ ടൈമിൽ മില്യൺസ് ഓഫ് സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു സെല്ലിൻ്റെ ഒറ്റ സ്പെർമറ്റോഗോണിയൻ്റെ എൻലാർജ്മെൻറ്റ് എവിടെ കാണിക്കുന്നുള്ളൂ, ഇതുപോലെ മില്യൺസ് ഓഫ് സെല്ലുകൾക്ക് സംഭവിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഓർക്കണം. അപ്പോൾ ഇവിടെ ഈ ഒരു പ്രൈമറി സ്പെർമറ്റോസൈറ്റ് എൻലാർജ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ ഗ്രോത്ത് ഫേസ് എന്ന് പറയും. അടുത്തതാണ് മെച്ചുറേഷൻ ഫേസ്. ഇവിടെയാണ് ഈ സ്പെർമേറ്റഡ് ആയിട്ട് മാറുന്നത്. എന്താ സംഭവിക്കുക? ഇവിടെയാണ് മിയോസിസ് സംഭവിക്കുന്നത്. ഇൻ ദിസ് ദ ഫുള്ളി മെച്ചുർ പ്രൈമറി സ്പെർമറ്റോസൈറ്റ്സ് പീരിയോഡിക്കലി അണ്ടർഗോസ് മിയോട്ടിക് ഡിവിഷൻ, മിയോസിസിന് വിധേയമാകും. ആൻഡ് ലീഡിങ് ടു ഫോർമേഷൻ ഓഫ് 2 ഈക്വൽ. അതാണ് ഓർക്കുന്ന കാര്യം. അതായത് സ്ത്രീകളിൽ വ്യത്യാസമാണ്. അതാണ് ഇവിടെ ആ ഒരു ഈക്വലിന് എത്ര പ്രാധാന്യം കൊടുക്കാൻ കാരണം. ആൻഡ് ബിക്കം, നമുക്കറിയാം മിയോസിസ് സംഭവിച്ചു കഴിഞ്ഞാൽ 2 സെല്ലുകളായിട്ട് മാറും, ക്രോമസോമ എണ്ണത്തിൽ മാത്രം മാറ്റം വരും അല്ലേ. അപ്പോൾ ഇവിടെ 2 ഈക്വൽ ഹാപ്ലോയിഡ് സെൽ ഈസ് കോൾഡ് സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്. അപ്പോൾ ഇത് ഹാപ്ലോയിഡ് ആണ്. ഇതിന് ക്രോമസോം സംഖ്യ എത്ര ഉണ്ടായിരിക്കുള്ളൂ? n ആയിരിക്കും ഉണ്ടാവുക. ക്രോമസോം സംഖ്യ 1/2 ആയിരിക്കും. n ആണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. These secondary spermatocyte undergoes second meiotic division. രണ്ടാമത്തെ meiotic division ഇവർ വിധേയമാകും and form spermatids.
അങ്ങനെ ഉണ്ടാകുന്ന സെല്ലുകളെയാണ് നമ്മൾ സ്പെമാറ്റിഡ് എന്ന് പറയുക. ഇത് ഇവിടെ ഓർക്കേണ്ട കാര്യം, ഇവിടെ മിയോസിസ് ആണ് സംഭവിക്കുന്നതെങ്കിലും സെക്കൻഡ് മിയോസിസ് ആണെങ്കിലും ക്രോമസോം സംഖ്യക്ക് മാറ്റം വരുന്നില്ല. അത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇവിടെ ഫസ്റ്റ് മിയോസിസ് സംഭവിക്കുമ്പോൾ 46 ക്രോമസോം ഉള്ളത് ഇവിടെ 23 ആയിട്ട് മാറുന്നു. ഈ സെക്കൻഡറി സ്പെർമറ്റോസൈറ്റുകൾക്ക് സെക്കൻഡ് മിയോസിസ് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന സെല്ലുകളെയാണ് സ്പെമാറ്റിഡ് എന്ന് പറയുക. പക്ഷേ അവരും NN ആയിരിക്കും സംഭവിക്കുന്നത്. അവരുടെ ക്രോമസോം സംഖ്യയും ഹാപ്ലോയിഡ് ആയിരിക്കും, N ആയിരിക്കും. സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്സ് അണ്ടർഗോസ് സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ ടു ബിക്കം 4 ഈക്വൽ സ്പെമാറ്റിഡ്. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട കാര്യം, ഒരു സ്പെർമറ്റോഗോണിയയിൽ നിന്ന് നമുക്ക് 4 സ്പെമാറ്റിഡുകളാണ് ഉണ്ടാകുന്നത്. സ്പെർമറ്റോഗോണിയ ഡിപ്ലോയിഡ് ആണ്, ഇവിടെ എത്തുമ്പോഴേക്ക് അത് ഹാപ്ലോയിഡ് ആയിട്ട് മാറും. ക്രോമസോം സംഖ്യ 23 അല്ലെങ്കിൽ ഹാപ്ലോയിഡ് ആയിരിക്കും ഉണ്ടാവുക. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ് എന്ന് പറയുന്നത്. ദീസ് സ്പെമാറ്റിഡ്സ് ആർ നോൺ മോട്ടൈൽ. ഇങ്ങനെ ഉണ്ടാകുന്ന സ്പെമാറ്റിഡുകൾ നോൺ മോട്ടൈൽ ആയിരിക്കും. നമുക്കറിയാം സ്പേമിന് മോട്ടിലിറ്റി ഉണ്ട്, പക്ഷേ ഈ സ്പെമാറ്റിഡ് നോൺ മോട്ടൈൽ ആണെന്നുള്ളതാണ്. ഇനി ഈ സ്പെമാറ്റിഡ് എന്തായി മാറണം? ആ മോട്ടൈൽ ആയിട്ടുള്ള ഫുള്ളി ഫങ്ഷൻ ആയിട്ടുള്ള സ്പേം ആയിട്ട് മാറണം. ദാറ്റ് ഈസ് കോൾഡ് സ്പെർമിയോജെനസിസ്. അപ്പോൾ സെക്കൻഡ് പ്രോസസ്സാണ് സ്പെർമിയോജെനസിസ്. The spermatid transform into sperm or spermatozoa by the process is called spermiogenesis. സ്പെമാറ്റിഡുകളും സ്പേമായിട്ട് മാറും. അപ്പോൾ നോക്കുക നിങ്ങൾ, ഒരു സ്പെർമറ്റോഗോണിയയിൽ നിന്ന് നമുക്ക് 4 സ്പേമുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ 100 ഉണ്ടെങ്കിൽ 400, അങ്ങനെ ചിലപ്പോൾ പരീക്ഷകളിൽ ചോദ്യം ചോദിക്കാറുണ്ട്, 100 സ്പെർമറ്റോഗോണിയയിൽ നിന്ന് എത്ര സ്പേം പ്രൊഡ്യൂസ് ചെയ്യും? അപ്പോൾ × 4 എന്ന് അടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ സ്പേമുകളായിട്ട് മാറും. അങ്ങനെ ഈ ഉണ്ടായ സ്പേമുകൾ എന്ത് സംഭവിക്കും? ആഫ്റ്റർ സ്പെർമിയോജെനസിസ് ദ സ്പേം ഹെഡ് ബിക്കം എംബഡഡ് ഇൻ ദ സെർട്ടോളി സെൽ ഫോർ നറിഷ്മെൻറ്റ് ആൻഡ് ഫൈനലി റിലീസ്ഡ് ഫ്രം ദ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ബൈ ദ പ്രോസസ് ഇസ് കോൾഡ് സ്പെർമിയേഷൻ. അപ്പോൾ ഈ സെർട്ടോളി സെല്ലിൽ നിന്ന് നറിഷ്മെൻ്റൊക്കെ അബ്സോർബ് ചെയ്ത് ഫുള്ളി ഗ്രോത്ത് സംഭവിച്ച ഈ സ്പേമുകൾ സെർട്ടോളി സെല്ലിൽ നിന്നും പുറത്തേക്ക് റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സ്പെർമിയേഷൻ എന്നാണ് പറയുക. അപ്പോൾ ഈ ടേമുകളൊക്കെ നന്നായിട്ട് ഓർത്തിരിക്കുക എന്ന് മനസ്സിലാക്കാം. ഈ ഒരു ഫ്ലോ ചാർട്ടും ഈ ഒരു ഇല്ലുസ്ട്രേഷനും നിങ്ങൾ നന്നായിട്ട് വരച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഗാമറ്റോജെനസിസിന് പിറകിൽ ഒരുപാട് ഹോർമോണുകളുടെ ആക്ഷൻസ് ഉണ്ട്. അതുപോലെ ഈ ഉണ്ടാവുന്ന സ്പേമിൻ്റെ സ്ട്രക്ചർ നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ ഫീമെയിൽ ഗാമറ്റോജെനസിസ് ആയ oogenesis നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇതെല്ലാം അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം. അപ്പോൾ ഇന്ന് പറഞ്ഞ മാമറി ഗ്ലാൻഡിൻ്റെ സ്ട്രക്ചർ, ഓവറിയുടെ സ്ട്രക്ചർ, ഗാമറ്റോജെനസിസിലെ സ്പെർമറ്റോജെനസിസിൻ്റെ സ്റ്റെപ്പുകളും നന്നായിട്ട് എല്ലാവരും പഠിക്കുക. അടുത്ത വീഡിയോയിൽ ബാക്കി ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം.